മഹർ ഭാഗം 2. അവർ സോറി പറഞ്ഞ് സോപ്പിട്ടപ്പോൾ എന്റെ ദേഷ്യമൊക്കെ അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ ഫുൾ കത്തിയടിച്ചിരിപ്പായി. ഈ നൗറ മുഹമ്മദ് ആരാ? ഞാനാണ്. എന്താ കാര്യം? ഇയാളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, വിസിറ്റിംഗ് റൂമിലുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇതാരാണാവോ? എന്നെ കാണാൻ. ഞാൻ പോയി നോക്കിയിട്ട് വരാം, നിങ്ങൾ എവിടെ ഇരിക്ക്. കോണിപ്പടിയിറങ്ങി അവൾ നടന്നു. പ്രിൻസിപ്പാളുടെ റൂമിൽ തൊട്ടപ്പുറത്തെ റൂമിലാണ് വിസിറ്റിംഗ് റൂം. റൂമിനകത്ത് ദാ ഇരിക്കുന്നു അബ്ബ. കൂടെ ഒരാളുമുണ്ട്. ടീഷർട്ടും പാന്റുമാണ് വേഷം. മാഗസിൻ പൊക്കി പിടിച്ച് വായിക്കുകയാണ്. മാഗസിൻ പൊക്കി പിടിച്ച് വായിക്കുന്നത് കൊണ്ട് തന്നെ മുഖം കാണാനില്ല. നല്ല സ്പൈക്ക് ചെയ്ത മുടി, വെളുത്ത നിറം, ആകെ കൂടെ ഒരു സ്റ്റൈലൻ മൊഞ്ചൻ. മോളെ വാ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഇതുവരെ റൂമിനകത്തേക്ക് കയറിയിട്ടില്ല. അബ്ബ എന്നെ വിളിച്ചത് കേട്ട് അടുത്തിരുന്ന ആള് ബുക്ക് മാറ്റി എന്നെ നോക്കി. റഹീംക. ഞാൻ അബ്ബയുടെ അടുത്തായി ചെന്നിരുന്നു. അബ്ബ വരുന്ന കാര്യം എന്നോട് കാലത്ത് തന്നെ പറഞ്ഞില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, മോൾക്ക് ഈ ആളെ മനസ്സിലായോ? പിന്നെ റഹീംക അല്ലേ? റഹീംക അബ്ബയുടെ ഫ്രണ്ടിന്റെ മോനാ. ആഹാ, അപ്പൊ നൗറയ്ക്ക് എന്നെ അറിയാം. കുറെ കാലമായി തന്നെ കണ്ടിട്ട്. ആളാകെ മാറി കേട്ടോ. ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. നിനക്കറിയാലോ ഇവന്റെ ഉപ്പാക്ക് വയ്യാത്ത കാര്യം. ഓൻ ഒരേ നിർബന്ധം, ഇവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന്. ഇവന്റെ സേലത്തുള്ള പഠനമൊക്കെ മതിയാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ അവനെ. ഇവിടെ എവിടെയെങ്കിലും ചേർത്താലോ എന്നാ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു നിന്റെ കോളേജിലായിക്കോട്ടെ എന്ന്. നാളെ തൊട്ട് ഓനും കാണും കേട്ടോ. ആഹാ, അപ്പൊ റഹീംക ഇനി ഇവിടെയാണല്ലേ? അതെ, നിന്റെ ക്ലാസ്സൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. കുരുത്തക്കേട് വല്ലതും കാണിച്ചാലേ നല്ലത് കിട്ടും കേട്ടോ. അപ്പൊ മോളെ അബ്ബ പോവുക. ഓക്കെ അബ്ബ, ബൈ റഹീംക. ഞാൻ ക്ലാസ്സിൽ തിരിച്ചെത്തി. ഡി, ആരാ നിന്നെ കാണാൻ വന്നത്? സനയാണ്. അത് അബ്ബയുടെ കൂടെ റഹീംകയും ഉണ്ടായിരുന്നു. അതാരാടി? അബ്ബയുടെ ഫ്രണ്ടിന്റെ മോനാ. നാളെ തൊട്ട് നമ്മുടെ കോളേജിലാ, നമ്മുടെ സീനിയർ ആയിട്ട്. ആളെങ്ങനെയുണ്ട്? മൊഞ്ചനാണോ? ആണോന്നോ? ഒരു ഒന്നൊന്നര മൊഞ്ചന. അജ്മൽ സാദിഖിന്റെ അത്രക്കൊക്കെ ഉണ്ടോ മോളെ? സനയാണ് ചോദിച്ചത്. ഡി, പിന്നെയും തുടങ്ങിയോ രണ്ടും? എന്തായാലും നാളെ കാണാലോ ആളെങ്ങനെയുണ്ടെന്നൊക്കെ. ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ അജുക്ക പിന്നിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ കേൾക്കാത്തതുപോലെ അപ്പോൾ തന്നെ വന്നു നിന്ന ബസ്സിലേക്ക് ഓടിക്കേറി പിൻസീറ്റിൽ വന്നിരുന്നു. ഹാവു, രക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പോ എന്റെ മോൾ അങ്ങനെ രക്ഷപ്പെടില്ല കേട്ടോ. സൗണ്ട് കേട്ടതും ഞാൻ ആകെ തരിച്ചു പോയി. ആ സൗണ്ടിന്റെ ഉടമ ആരാണെന്ന് ഊഹിക്കാൻ എനിക്കധികമൊന്നും സമയം വേണ്ടി വന്നില്ല. നോക്കുമ്പോൾ അജുക്ക് എന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബസ്സിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ വരുന്നതല്ലേ ഉണ്ടായിരുന്നുവല്ലോ. ഇനിയിപ്പോ ഇവന് പറക്കാനുള്ള വല്ല കഴിവുണ്ടോ ഇത്ര പെട്ടെന്ന് ഇതിലേക്ക് കയറാൻ? മനസ്സിലൂടെ അങ്ങനെ ചിന്തകൾ അങ്ങനെ ഓടിക്കൂടി. ടിക് ടിക്. മൂപ്പർ കൈ കൊണ്ട് എന്റെ മുഖത്തിന് മുന്നിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. താനെന്തായി ആലോചിക്കുന്നത്? ഞാൻ എങ്ങനെ ബസ്സിൽ കയറിയെന്നല്ലേ? നീ കയറുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്നൊന്നര ഓട്ടമങ്ങ് ഓടിച്ചു കൊടുത്തു. അങ്ങനെ ഓടിപ്പിടിച്ചു കയറിയതാ. അങ്ങനെയും പറഞ്ഞു കൊടുത്തിന് എന്റെ അടുത്തേക്ക് വന്നിരുന്നു. അജിക്ക് എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ എനിക്കാകെ ഷോക്കേറ്റതുപോലെയായി. അങ്ങനെ മുട്ടിയൊരുമി ബസ്സിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമാണല്ലേ? ഇങ്ങനെ മുട്ടിയൊരുമി ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണല്ലേ? ഇങ്ങൊന്ന് എണീറ്റേ. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. കണ്ടാ ഇപ്പൊ എന്താ? എന്താണെന്നോ? അജുക്ക് കളിക്കാതെ പോ. അല്ലെങ്കിലും എന്ത് ധൈര്യത്തിലാ നിങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്? അതിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? എന്റെ പെണ്ണാണെന്നുള്ള ധൈര്യത്തിൽ. എന്താ പറഞ്ഞേ? ഈ മൊഞ്ചത്തീക്കുട്ടിയോട് എനിക്ക് ഒരുപാടധികം ഇഷ്ടമാണെന്ന്. കണ്ട അന്ന് തൊട്ട് താൻ എന്റെ കൽബിലങ്ങ് കൂടുകൂട്ടിയിരിക്കുകയാണ് മോളെ. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വീർപ്പ് മുട്ടി ചത്തുപോകും. നൗറ ഒന്നും മിണ്ടാതെ കണ്ണും തുറന്നിരിക്കാണ്. ഞാൻ പറഞ്ഞത് കേട്ട് പെണ്ണിന്റെ കിളി പോയിരിക്കുകയാണ്. നൗറ, നീ പെട്ടെന്നൊരു മറുപടിയൊന്നും തരണ്ട. എനിക്കറിയാം നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ ഈ അജുവിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും നൗറ. അവൻ പതിയെ അവളുടെ അരികിലേക്ക് നീങ്ങി. ഷാളിന് മുകളിലൂടെ അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ചു. അവന്റെ നിശ്വാസം അവളുടെ കവിളിൽ ഷാളിനെ മറികടന്ന് തന്നെ എത്തുന്നുണ്ട്. നൗറ വിറക്കുന്നതായി അജുവിന് തോന്നി. അവൻ മെല്ലെ അവളുടെ കാതിലെത്തി പറഞ്ഞു, ഐ ലവ് യു നൗറ. പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ബെല്ലടിച്ചു. സ്റ്റോപ്പ് എത്തിയിരുന്നു. അവൻ എഴുന്നേറ്റ് അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ ആ സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പുറത്തെ സൈഡിൽ ചെന്ന് വിൻഡോയിലൂടെ നൗറയെ നോക്കിയപ്പോഴാണ് അവൾ അപ്പോഴും നിശ്ചലയായി ഇരിക്കുന്നത് കണ്ടത്. ബസ് അവന് മുന്നിലൂടെ നീങ്ങി. എന്താണിപ്പോൾ സംഭവിച്ചത്? ഞാൻ സ്വപ്നം കാണുകയാണോ? എന്റെ റബ്ബേ, അവൻ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? ഓർത്തിട്ട് കയ്യും കാലും വിറക്കുകയാണ്. പക്ഷേ അവന്റെ ആ ഒരു ചുടുനിശ്വാസം, അത് താൻ അറിഞ്ഞതാണ്, എന്റെ കാതിൽ മന്ത്രിച്ചതാണ്. റബ്ബേ, അപ്പോ ഇത് സ്വപ്നമൊന്നല്ല. വീട്ടിലെത്തിയിട്ടും അതിന്റെ ഹാങ് ഓവറിൽ നിന്നും അവൾ വിട്ടുമാറിയിരുന്നില്ല. ഉമ്മി റഹീംക കോളേജിൽ വന്നതിനെ പറ്റിയിട്ടും അഡ്മിഷൻ എടുത്തതിനെ പറ്റിയിട്ടുമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ശ്രദ്ധ വേറെ എവിടേക്കാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിൽ ഓടിയെത്തിയത് ബസ്സിലെ സംഭവം തന്നെ. നൗറയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
താൻ ഒരിക്കലും അവനെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഇന്നെന്തോ ആ മുഖം മാത്രമാണ് മനസ്സിൽ. കട്ടത്താടിയും മീശയും, മുഖത്തെപ്പോഴും ആ ഒരു കള്ളച്ചിരിയും, തന്നെ കൊത്തിവലിക്കുന്ന ആ ഒരു നോട്ടവുമെല്ലാം. അല്ല, നിക്കി നിക്കി, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഓനോട് കട്ട പ്രേമമാണെന്ന്. അയ്യടാ, അങ്ങനെയൊന്നും നിങ്ങളൊരു ഡ്യുവറ്റിനുള്ള ഗ്യാപ്പൊന്നും ഒപ്പിക്കേണ്ട കേട്ടോ. അപ്പോ നമ്മൾ കഥ എവിടെയാ നിർത്തിയത്? ആ, അവന്റെ ആ നോട്ടം, ആ കണ്ണുകൾക്ക് എന്തോ ഒരു ആകർഷണ ശക്തിയുണ്ട്. ആദ്യമായി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് അത്. അപ്പോഴാണ് തുറന്നു കിടക്കുന്ന എന്റെ റൂമിന്റെ ഡോറിനകത്തേക്ക് ഒരു തട്ട് കേട്ടത്. അബ്ബയാണ്. മോളെ, മോൾ ഉറങ്ങിയില്ലേ? ഇല്ല അബ്ബ. എന്താ ഇന്ന് എന്റെ കുട്ടിക്കൊരു വല്ലായിക? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇവിടെയൊന്നുമല്ലല്ലോ. അത് ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട് അബ്ബ, അതുകൊണ്ടാണ്. വേറെ എന്റെ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല എന്റെ മുഹമ്മദ് കുട്ടിയെ, പോയി കിടന്നുറങ്ങിക്കോളി. എടി, നീ ഇപ്പൊ എന്താ വിളിച്ചേ? വേറെന്താ, എന്റെ വാപ്പാനെ തന്നെ എന്നും പറഞ്ഞ് അവൾ കണ്ണടച്ച് കാണിച്ചു. ഹാ, കാലം പോയൊരു പോക്കേ. പോയി പോയി മക്കൾ മുഖത്തു നോക്കി തന്നയുടെ പേര് പോലും വിളിച്ചു തുടങ്ങി. അത് കേട്ട് ഞാൻ അങ്ങ് പൊട്ടിച്ചിരിച്ചു. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് അബ്ബ. അബ്ബ പോയപ്പോൾ ഞാൻ ആ കട്ടിലിൽ അങ്ങ് ചാരിയിരുന്നു. പാവം, എന്റെ മുഖമൊന്ന് വാടിയപ്പോൾ ആവലാതിയായി. എങ്ങനെയാണ് ഞാൻ പറയുക അവന്റെ കാര്യം അബ്ബയോട്? അബ്ബ അവനെ എടുത്ത് പോസ്റ്റാക്കി കളയും. കാര്യം അബ്ബ എന്റെ അടുത്ത് പൂച്ചയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരാന്തായി അടിപിടിയാവും, പുകിലാകും. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാനില്ല. ആലോചിച്ച് എപ്പോഴോ അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി തിരിഞ്ഞു. കാലത്തെഴുന്നേറ്റ് കുളിയും ഫുഡടിയും ഒക്കെ കഴിഞ്ഞ് അബ്ബയുടെ കൂടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരെ ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു. ഞാനും അബ്ബയും നോക്കിയപ്പോൾ റഹീംക്ക കാറിൽ നിന്നും ഇറങ്ങി. റഹീംക്ക ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്തായാലും കോളേജിലേക്കല്ലേ, അപ്പോ നൗറയും പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ, അത് നന്നായി. നീ ഓന്റെ കൂടെ പോയിക്കോ, എനിക്ക് വേറെ ഒരിടം കൂടെ പോകാനുണ്ട്. ശരി അബ്ബ. അബ്ബ കാറെടുത്തിറങ്ങി. ബൈ ആന്റി. റഹീംക്ക ഉമ്മയോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. ഞങ്ങൾ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. റഹീംക്ക ഇടയ്ക്ക് എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവസാനം നിശബ്ദത ഭേദിച്ചുകൊണ്ട് റഹീംക്ക തന്നെ സംസാരിക്കാൻ തുടങ്ങി. താനെന്താ ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ആ, എനിക്ക് മനസ്സിലായി. കുറെ കാലമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ആ ഗ്യാപ്പ് നമുക്കിടയിലും ഗ്യാപ്പ് ഉണ്ടാക്കി അല്ലേ? പണ്ടൊക്കെ ഞാൻ ഒരുപാടധികം സംസാരിക്കുമായിരുന്നു. അന്ന് ഞാൻ ചെറുതല്ലേ. ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, ഇക്കയും ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ചേഞ്ച്, അതാരാ ഇഷ്ടപ്പെടാത്തത്? ആഹാ, അപ്പൊ സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ കരുതി പണ്ടത്തെ കാന്താരി നൗറ ഇപ്പൊ പൂച്ചക്കുട്ടിയാണെന്ന്. അത് വെറും എന്റെ തെറ്റിദ്ധാരണയായിരുന്നു അല്ലേ? ഓഹോ, അത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. റഹീംക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കുട്ടിത്തം ഇപ്പോഴും മാറിയിട്ടില്ല. അവർ രണ്ടുപേരും ചിരിച്ചും കളിച്ചും പോയിക്കൊണ്ടിരുന്നു. അതേസമയം നൗറയെ കാണാനില്ലല്ലോ. ഈ സമയത്ത് അവൾ ബസ് സ്റ്റോപ്പിൽ എത്താറുള്ളതാണ്. ഇനി താൻ ഇന്നലെ പറഞ്ഞതുകൊണ്ടാണോ അവൾ വരാത്തത്? ഹേയ്, അങ്ങനെയൊന്നും ആവില്ല. പെട്ടെന്ന് അജുവിന്റെ മുമ്പിലൂടെ ഒരു കാറങ്ങ് കടന്നുപോയി. അതിൽ നൗറയും വേറൊരു ചെറുപ്പക്കാരനുമുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവന്റെ മുഖം ചുവന്നു തൊടുത്തു. ഇവിടെ ആരോടാണ് ഇത്രമാത്രം ചിരിച്ചു കളിച്ചൊക്കെ സംസാരിച്ചു പോകുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടും ഒന്നും മൈൻഡ് പോലും ചെയ്യാതെയാണല്ലോ അവളുടെ ആ ഒരു പോക്ക്. ഇനി അവൻ നൗറയുടെ ഹേയ് ഛേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ. എന്റെ ഇഷ്ടം ഇന്നലെ ഞാൻ അവളോട് തുറന്നു പറഞ്ഞതല്ലേ. പോസിറ്റീവായ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബസ് സ്റ്റോപ്പിനടുത്ത് നിർത്തിയിട്ട ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ നേരെ കോളേജിലേക്ക് വിട്ടു. കോളേജിലെത്തിയിട്ടും മനസ്സിലൊരു സമാധാനവും കിട്ടുന്നില്ല. നൗറയെ കാണണം. അത് ആരാണെന്ന് ചോദിക്കണം. വരാന്തയിൽ അസറും ജിബിനും നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് വിട്ടോ. ഡാ, നീ എങ്ങോട്ടേക്കായി പോകുന്നത്? പറഞ്ഞിട്ട് പോടാ. ഞാൻ വന്നിട്ട് പറയാം, നിങ്ങൾ നടന്നോ. വർത്തമാനം പറഞ്ഞ് കോളേജിലേക്ക് എത്തിയതറിഞ്ഞില്ല. റഹീംക്ക കാർ നിർത്തി. ഞാൻ ഇറങ്ങി. ബൈ പറഞ്ഞ് ഞാൻ നടന്നു. നൗറ, വൈകുന്നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. താൻ വെറുതെ ബസ്സിലൊന്നും പോകണ്ട കേട്ടോ. നമുക്ക് ഒരുമിച്ച് പോവാം. അത് വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ബസ്സിലാണ് പോകാറുള്ളത്. ഞങ്ങൾക്ക് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കത്തിയെടുക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ഉണ്ടാവില്ല. ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ കാണാം. ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. ഇന്ന് നേരത്തെ തന്നെ എത്തി. ഫ്രണ്ട്സൊക്കെ എത്തുന്നതേയുള്ളൂ. ഇവർ കുറച്ച് നേരത്തെ തന്നെ വന്നാലെന്താ, മനുഷ്യര് ബോറടിക്കുന്നു. അവൾമാരുണ്ടായിരുന്നുവെങ്കിൽ നേരം പോകുന്നത് അറിയില്ലായിരുന്നു. നൗറ, ഇത്തിരി ദേഷ്യം കലർന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആരാ നിന്റെ കൂടെ ആ കാറിൽ വന്ന ചെറുപ്പക്കാരൻ? ആരായാലും നിങ്ങൾക്കെന്താ? ഞാൻ തിരിച്ചു ചോദിച്ചു. എന്റെ ആ ഒരു മറുചോദ്യം അജുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. പിന്നീട് കേട്ട ശബ്ദം വളരെ നിരാശ നിറഞ്ഞതായിരുന്നു. നൗറ, നീ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കരുത്. വേറെ ഒരാളുടെ കൂടെ, അതിനി ആര് തന്നെയായാലും അങ്ങനെ വളരെ അടുത്ത് പെരുമാറുന്നത് എനിക്കത് സഹിക്കാനാവില്ല. നൗറ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ക്ലാസിന്റെ പുറത്തേക്ക് നടക്കാൻ വേണ്ടി നിന്നു. പെട്ടെന്നാണ് കയ്യിൽ ഒരു പിടി വന്ന് വീണത്. നൗറ, ഞാൻ ഇന്നലെ പറഞ്ഞതിന് നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. അജുക്ക, എന്റെ കൈ വിട്. എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യടാ.
പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് ഞാൻ കണ്ട കാഴ്ച അത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അജുക്ക, ആരെങ്കിലും കാണും, പ്ലീസ് എന്റെ കൈ വിട്, നൗറ പറഞ്ഞു. ഒന്നുകിൽ അത് ആരാണെന്ന് പറ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണോ എന്ന് പറ. ഏതെങ്കിലും ഒരു മറുപടി എനിക്ക് ഉടനെ തന്നെ വേണം നൗറ. അവൾ അജുവിനെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് കടന്നു. അവൻ വീണ്ടും നൗറയുടെ മുന്നിലേക്ക് കയറി നിന്നു. എനിക്ക് മറുപടി വേണം, അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്ന് പറഞ്ഞു. നിനക്കെന്നെ ഇഷ്ടമല്ലേ? നൗറ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ മുന്നോട്ട് നടക്കുന്തോറും അവൾ പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ചുമരിൽ തട്ടി നിന്നപ്പോഴാണ് ഇനി ബാക്കിലേക്ക് പോവാൻ ഇടമില്ല എന്ന് അവൾ മനസ്സിലാക്കിയത്. പറയൂ നൗറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഡാ. ആ ഒരു അലർച്ച കേട്ട് ഞാനും അജുക്കയും ഒരുപോലെ തന്നെ ഞെട്ടി. പിന്നെ ഞാൻ കാണുന്നത് അജുക്ക എന്റെ മുന്നിലൂടെ നിലത്ത് വീഴുന്നതാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റഹീംക്കയാണ്. റഹീംക്ക നിലത്ത് കിടക്കുന്ന അജുവിന്റെ കോളർ രംഗ് പിടിച്ച് വലിച്ചെഴിച്ചുകൊണ്ട് തന്നെ അങ്ങ് എഴുന്നേൽപ്പിച്ചു. എടാ, തെമ്മാടിത്തരം കാണിക്കുന്നോടാ, റഹീംക്ക അലറി. അപ്പോഴേക്കും കുട്ടികളെല്ലാം തന്നെ ഞങ്ങൾക്കു ചുറ്റും കൂടി നിന്നു. കോളറിൽ നിന്നും കൈയെടുക്കടാ, അജുക്ക പറഞ്ഞു. ആദ്യം നീ അവളോട് ചെയ്തതിന് മാപ്പ് പറ, എന്നിട്ട് ആലോചിക്കാം വിടണയോ വേണ്ടയോ എന്ന്. നീ എന്റെ തനി സ്വഭാവം കാണും. ഈ അജുക്ക ആരാണെന്നൊന്നും നിനക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്ക് പുല്ലാടാ. ഞാൻ രണ്ടാളെയും മാറി മാറി നോക്കി. രണ്ടുപേരുടെയും കണ്ണിൽ തീ പാറുന്നുണ്ട്. എനിക്ക് പേടിയായി തുടങ്ങി. പടച്ചോനെ, ഇനി ഇത് അടിയിൽ ചെന്നായിരിക്കോ അവസാനിക്കുക? എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് റഹീംക്കയോട് പറഞ്ഞു, റഹീംക്ക വിട്, വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട, വിട് റഹീംക്ക പ്ലീസ്. റഹീംക്ക അജുക്കയുടെ മേലുള്ള പിടുത്തം വിടാതെ തന്നെ എന്നോട് പറഞ്ഞു, നൗറ നീ മാറി, ഇതിങ്ങനെ വിട്ടാലൊന്നും പറ്റില്ല. ഇവൻ എന്ത് ധൈര്യത്തിലാണ് നിന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്? ആ മറുപടിയിൽ റഹീംക്ക അന്താളിച്ചു നിന്നു. എന്താടാ, നീ എന്താടാ പറഞ്ഞത്? പറഞ്ഞത് നീ കേട്ടില്ലേ? അവൾ എന്റെ പെണ്ണാണെന്ന്. ആ ശബ്ദം കേട്ട് ഞാനടക്കം കൂടി നിന്ന് എല്ലാവരും അങ്ങ് ഞെട്ടി. കോളേജ് ഹീറോ അജുവിന്റെ മുഖത്തേക്ക് നോക്കി റഹീംക്ക ആഞ്ഞടിച്ചിരിക്കുന്നു. അടി കിട്ടിയതോടുകൂടി തന്നെ അജുക്ക പിന്നെ ഒന്നും നോക്കാതെ തിരിച്ചുമങ്ങ് തള്ളി. പിന്നെ അങ്ങോട്ടേക്ക് പറയണ്ടല്ലോ, അടിയുടെ പൊടിപൂരമായിരുന്നു അവിടെ. അപ്പോഴേക്കും അജുക്കയുടെ ഫ്രണ്ട്സ് വന്ന് അജുക്കയെ അങ്ങ് പിടിച്ചു മാറ്റി. കുറച്ചു പേര് വന്ന് റഹീംക്കയെയും. അങ്ങനെ രണ്ടാളെയും അവിടെയും ഇവിടെയും അങ്ങ് പിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ബോധം പോകാനായി ഞാനും നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് എത്തി. കാര്യം തിരക്കിയിട്ട് ഞങ്ങളെ 3 പേരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഓഫീസിലെത്തിയ ഞങ്ങളോട് പ്രിൻസി കാര്യം തിരക്കി. സർ, ഇവൻ നൗറയോട് അപമര്യാദയായി പെരുമാറി. റഹീംക്ക അത് പറയുമ്പോൾ അജു നൗറയെ തന്നെ നോക്കുന്നുണ്ട്. ആ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം കുനിച്ചു നിന്നു. നൗറ മുഹമ്മദ്, ഈ കേട്ടതൊക്കെ ശരിയാണോ? അത് സർ, ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. റഹീംക്ക തെറ്റിദ്ധരിച്ചതാണ്. റഹീംക്ക ദേഷ്യത്തോടെ എന്നെ നോക്കി. നീ ആരെയാണ് ഈ പേടിക്കുന്നത് നൗറ? സത്യം പറഞ്ഞോ? ഞാനില്ല ഇവിടെ നിനക്ക്? ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, നൗറ വീണ്ടും പറഞ്ഞു. കുട്ടിക്ക് പരാതിയൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് പോവാം. പിന്നെ ഇത് ഇനി ആവർത്തിച്ച ഞാൻ നടപടിയെടുക്കും, കേട്ടല്ലോ? എന്നാ രണ്ടാളും പോയിക്കോ. റഹീംക്ക എന്നെ നോക്കി ദേഷ്യത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം അജുക്കയും ഉണ്ടായിരുന്നു. നൗറ, ഐ എം റിയലി സോറി. ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചത്? എല്ലാം ഇത്രത്തോളം വഷളാക്കിയപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? പിന്നെ ഞാൻ സാറിനോടൊന്നും പറയാതിരുന്നത് അജുവിനോട് സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല. ഈ പ്രശ്നം ഇനിയും വലുതാക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. റബ്ബേ, റഹീംക്കക്ക് ഇനി എന്ത് തോന്നിയോന്നാവോ? നൗറ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് നിന്റെ ആരാ? ഓഹോ, അപ്പോ ഇപ്പോഴും വന്ന് നിങ്ങളത് വിട്ടില്ല അല്ലേ? അതല്ല നൗറ, ഞാൻ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നൗറ അവന് മുന്നിൽ തന്നെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇനിയൊന്നും പ്രശ്നമുണ്ടാക്കാതെ ഒന്ന് പോയി തരാമോ? എന്റെ ആ വാക്ക് അവനെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് തോന്നുന്നു. അവനൊന്നും മിണ്ടാതെ തലയും താഴ്ത്തി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത വിഷമമായി. റബ്ബേ, റഹീംക്ക. അവൾ റഹീമിനെ തിരഞ്ഞു നടന്നു. വരാന്തയിലൂടെ നടന്നു വരുമ്പോൾ റഹീംക്ക പൂമരത്തിന് ചുവട്ടിൽ ഫോണും നോക്കിയിരിക്കുന്നത് കണ്ടു. ഞാൻ അവിടേക്ക് ചെന്നു. റഹീംക്ക. ഞാൻ വിളിച്ചത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ തന്നെ ആൾ അങ്ങനെ തന്നെ നിൽക്കാണ്. റഹീംക്ക, ഐ എം സോറി, റിയലി സോറി. റഹീം മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്രശ്നം വലുതാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അബ്ബ എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും തന്നെ നിൽക്കില്ല. ഐ എം സോറി ഇക്ക. അതും പറഞ്ഞു തീരുമ്പോഴേക്കും നൗറ കരഞ്ഞു തുടങ്ങിയിരുന്നു. റഹീംക്ക, ഐ എം റിയലി സോറി. അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ നൗറ കരഞ്ഞു തുടങ്ങിയിരുന്നു. നൗറയുടെ കരച്ചിൽ കേട്ട് റഹീം അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അയ്യേ, ഇത്രയുള്ളൂ നൗറ മുഹമ്മദ്. ഞാൻ കരുതി താൻ നല്ല ബോൾഡാണെന്ന്. കാര്യം നീ അങ്ങനെ പ്രിൻസിയോട് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്ന് നേരാ. എന്ന് വെച്ച് താൻ കരയുകയൊന്നും വേണ്ട കേട്ടോ. റഹീംക്കക്ക് എന്നോട് ദേഷ്യമില്ലേ? ഇല്ലടോ, താൻ ഇനി അതിനെ കരഞ്ഞ് ഇങ്ങനെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പടച്ചോനെ, എനിക്കിപ്പോഴാണൊന്ന് സമാധാനമായത്. ഇനി അതൊന്നും ആലോചിക്കേണ്ട. നൗറ ക്ലാസ്സിലേക്ക് പോയിക്കോ. പിന്നെ അബ്ബയോട് ഇതൊന്നും പറയണ്ട കേട്ടോ. അബ്ബ അറിഞ്ഞാ എനിക്ക് പേടിയാ. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, പോരെ? ഞാൻ റഹീംക്കയെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. മൂപ്പരെ കാണുന്നത് വരെ എനിക്ക് ടെൻഷനായിരുന്നു. എന്താ എന്നെ പറ്റി വിചാരിക്കുക, പിന്നെ അബ്ബയോട് പറയുമോ എന്ന പേടിയും ഇപ്പോൾ ആശ്വാസമായി.
ഷേ, ഞാൻ ചെയ്തത് കുറച്ച് കൂടിപ്പോയോ? അവൾ എന്റേതല്ലേ എന്നുള്ള ധൈര്യത്തിലാ ഞാൻ. നൗറക്ക് വിഷമമായി എന്ന് തോന്നുന്നു. എന്നാലും എന്നെ അടിക്കാൻ മാത്രം നൗറക്ക് എന്ത് ബന്ധമാ അവനുമായിട്ടുള്ളത്? അജു, നീ എന്താടേ ആലോചിക്കുന്നതെന്ന് ജിബിൻ ചോദിച്ചു. ഒന്നുമില്ലടാ, അത് ആരാ അവളുടെ കൂടെയുള്ളതെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. ഓ, അവന്റെ ഒരു ആലോചന. ഇത്രയൊന്നും കിട്ടിയത് പോരെ നിനക്ക്? ഒന്ന് പോടാ, കിട്ടിയതൊക്കെ ഞാൻ തിരിച്ചുമങ്ങ് കൊടുത്തിട്ടുണ്ട്. വേദനയുണ്ടോ? ഹാ, അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും അവൾ പ്രിൻസിപ്പലോട് നിന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോടാ. അവളുടെ മനസ്സിൽ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്നാ തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും. പൊന്നു മോനെ അജു, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. പെണ്ണുങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. നിനക്കറിയില്ലേ, ഞാൻ പണ്ട് മഞ്ജുവിന്റെ പുറകെ നടന്ന് എന്റെ കിറ്റ്കാറ്റ് മുഴുവൻ വാങ്ങി തിന്ന് അവസാനം ആ ബലാൽ പറഞ്ഞത് എന്നെ അവളുടെ ആങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത് എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, പെണ്ണിന്റെ മനസ്സ് ബ്രഹ്മാവിന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് മോനെ. അല്ലടാ, നീ അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞു എന്നല്ലേ ഇന്നലെ രാത്രി ഞങ്ങളെ വിളിച്ചപ്പോ പറഞ്ഞത്? എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? എന്ത് പറയാനാ, മറുപടി പോയിട്ട് ഒരു ചിരി പോലും ഇതുവരെ തിരിച്ചു കിട്ടിയില്ല അസറേ. നീ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നോ? അവള് വരാലിനെ പോലെ പിടിതരാതെ വഴുതി പോവുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു കയ്യടി ശബ്ദം കേട്ടു. മൂവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അങ്ങനെ മൂവരും ആശ്ചര്യത്തോടു കൂടെ തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് നാളെ ഇതേ സമയത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രേമം സീരീസ് അധികം വൈകാതെ തന്നെ കുറേ എപ്പിസോഡുകൾ നമ്മൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രേമത്തിന് തരുന്ന അതേ സപ്പോർട്ടിന് ഈ ഒരു വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.